ഞാൻ ശ്രീചേട്ടൻ അമ്പലത്തിൽ പോവാണ് കേട്ടോ. ദൂരയാത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കണം. അതാണ് കഴിച്ചത്. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള ബേക്കറിയിൽ ഞാൻ ജോലിക്ക് കയറി എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതല്ല, ഞങ്ങൾ ചായ കുടിക്കാൻ പോയതാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ കയറി പലഹാരം ആവശ്യമുള്ളത് എടുക്കാണ് കേട്ടോ. ഒരു കടിയും പിന്നെ ഒരു ചായയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഗുളിക കഴിച്ചതാണല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, അല്ലെങ്കിലും ഭയങ്കര ക്ഷീണമായിരിക്കും. അതാണ് ഈ ഗുളികയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് തലപൊന്തിക്കാൻ പറ്റില്ല കേട്ടോ, ഉറക്കം വന്നിട്ട്. അങ്ങനെ ഒരു ചായയും അവിടെ നിന്ന് ഒരു കടിയും കഴിച്ച് ഞങ്ങൾ ബസ്സിൽ പോവാണ് കേട്ടോ. അങ്ങനെ പോയി വന്ന് വൈകുന്നേരം ആയപ്പോൾ പാറമോള് സ്കൂളിൽ വന്ന വേഷമാണ് കേട്ടോ. അത് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത്, മേക്കപ്പ് ഒക്കെ പോയി. അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ പുതിയ ഷൂ പാറൂര് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ടപ്പോൾ പാറുവിൻ്റെ കാലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. ഇത് വൈകുന്നേരം ആയപ്പോൾ അച്ചുമോൻ്റെ പണിയാണ് കേട്ടോ. പൂക്കളത്തിലേക്കുള്ള സംഭവങ്ങളൊക്കെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് സമയം വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, കുറച്ച് കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ അച്ചുമോനെന്ന്. കാരണം എനിക്ക് പൈനാപ്പിൾ കറി ഉണ്ടാക്കാനുണ്ട്. അതിനുള്ള ഫ്രൂട്ട്സാണ് ഈ വാങ്ങിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഞാൻ പൈനാപ്പിൾ കറി ഉണ്ടാക്കുമ്പോൾ അച്ചുമോൻ അവിടെ ആ പണിയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ മത്തങ്ങ അരിഞ്ഞെടുത്തു, നേന്ത്രപ്പഴവും തക്കാളി അരിഞ്ഞെടുത്തു, പൈനാപ്പിൾ അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെയാണ് ഇതിന് ക്ലിയർ ആക്കണം. അങ്ങനെ പൈനാപ്പിളും നമ്മുടെ മത്തങ്ങയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും തക്കാളിയും ഇതൊക്കെ കൂടി ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചെടുത്തു കേട്ടോ, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട്. അങ്ങനെ നാളികേരമൊക്കെ പൊതിച്ചെടുത്ത് ചെരുകി എടുക്കുകയാണ്. 2 നാളികേരം എടുത്തു കേട്ടോ. അച്ചുമോൻ ഇവിടെ അതേ പണിയിൽ തന്നെയാണ് കണ്ടോ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ രക്ഷയില്ലല്ലോ, അതൊക്കെ പൊടിച്ചെടുക്കണം. അങ്ങനെ അതിലേക്ക് നാളികേരം, കടുകും പച്ചമുളകും കൂടി അരച്ചെടുക്കുകയാണ്. പച്ചടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഇത് വെന്ത് വന്നു. ഞാനതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുത്തു. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. കാരണം പാറുമോൾക്കും അച്ചുമോനും ഇത് കൊണ്ടുപോകണം. അപ്പോൾ 2 പേർക്കും വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് അതൊന്ന് അതിൽ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ നാളികേരം നന്നായി അരച്ചെടുത്തു. അപ്പോഴേക്കും ഞാൻ ശർക്കരയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നായി വന്നപ്പോൾ തൈര് ചേർത്ത് കൊടുത്തു. തൈര് നന്നായി ഇളക്കി ചേർത്ത് അവസാനം അരച്ചെടുത്ത് നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ. മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാരയും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും അച്ചുമോന്തേ വയ്യാണ്ടായി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാൻ പോയിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൈനാപ്പിൾ കറിയൊക്കെ വെന്തു. അപ്പോഴേക്കും ഞാൻ കടുകിട്ട് അതിലേക്ക് തന്നെ മുളകും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേപ്പില ചേർത്തില്ല. അങ്ങനെ അതൊക്കെ ഇട്ടത് നമ്മുടെ പൈനാപ്പിൾ കറി താളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനുള്ള മുന്തിരിയാണ് കേട്ടോ. ഇത് ഇപ്പം ചേർക്കില്ല, കുറച്ച് ചൂടാറുമ്പോൾ ചേർത്ത് കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് അടുത്തത് മാവിലയാണ് കേട്ടോ. കുറച്ച് മാവില പൊട്ടിച്ചു കൊണ്ടുവന്ന് നന്നാക്കാണ്. സമയം 10:45 അച്ചുമോൻ്റെ കണ്ണിൽ ഉറക്കം വരുന്നുണ്ട്. പക്ഷെ രക്ഷയില്ലല്ലോ, അതൊക്കെ കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തോട്ടെ. അടിപൊളി കറിയായിരുന്നു കേട്ടോ.